ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും മനുവിൻ്റെ വീട്ടിലേക്ക് വരികയാണ്. കമല മനു വരുന്നത് നോക്കി നിൽക്കുകയാണ്. എന്നിട്ട് എറണാകുളത്തെ ജോലിയെ പറ്റിയൊക്കെ അന്വേഷിക്കുകയാണ്. മനു സർട്ടിഫിക്കറ്റ് എടുക്കാൻ വന്നതെന്നൊക്കെ പറയുവാണ്. അപ്പോൾ കമലയ്ക്ക് മനു ബാംഗ്ലൂർ ജോലി ചെയ്യുന്നതാണ് ഇഷ്ടം. കമല പറയുന്നുണ്ട്, നീ ബാംഗ്ലൂർ തന്നെ നിന്നാൽ മതിയായിരുന്നല്ലോ, അവിടെ സാലറിയും കുറച്ച് കൂടുതലായിരുന്നു, പറയുമ്പോൾ കുറച്ച് ഗമയ്ക്കല്ലേ ബാംഗ്ലൂരാണ് ജോലി എന്നൊക്കെ. അപ്പോൾ മനു പറയുന്നുണ്ട്, നമ്മൾ ബാംഗ്ലൂരാണെങ്കിൽ താമസ സൗകര്യം, പിന്നെ അവിടുന്ന് ഇവിടെ വരെ വരുന്ന യാത്ര, അതെല്ലാം കൂടെ ഒരു 10-20,000 രൂപ എല്ലാ മാസവും പോവും. ഇവിടെ എറണാകുളത്താണെങ്കിൽ അതിൻ്റെ പ്രശ്നമില്ല, പിന്നെ 20,000 രൂപയോളം ലാഭിക്കാനും പറ്റും, ഇഷ്ടപ്പെട്ടവരെയൊക്കെ വന്ന് കാണാനും പറ്റുമെന്ന് പറയും. അപ്പോൾ കമലയ്ക്ക് കുറച്ച് ഡൗട്ട് അടിക്കും കേട്ടോ. കമല ചോദിക്കും, ഇഷ്ടപ്പെട്ടവരോ, അതാരാ നിൻ്റെ ഇഷ്ടപ്പെട്ടവരെന്ന് ചോദിക്കും. അപ്പോൾ മനു അതിന് മറുപടി പറയാതെ നേരെ മേളിൽ റൂമിലേക്ക് കയറിപ്പോവും കേട്ടോ. കമല പിന്നാലെ തന്നെ പിന്തുടർന്ന് അത് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കും, നീ എന്താ എൻ്റെ ചോദ്യത്തിന് മറുപടി പറയാത്തേന്ന് ചോദിക്കും. അപ്പം നമ്മുടെ മനു പറയും, അമ്മയുടെ ചോദ്യത്തിൽ ഒരു കൊനിഷ്ടുണ്ട്, അതാണ് മറുപടി പറയാത്തേന്ന് പറയും കേട്ടോ. അപ്പോൾ കമല പറയും, ഇന്നിവിടെ വൈജയന്തി വന്നായിരുന്നു, അവൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞ് അലീനയുടെ കാര്യം എടുത്തിടും. നീ അലീനയെ കാണാനാണ് എപ്പോഴും കടപ്പാട്ടൂർ വരുന്നതെന്ന് വൈജയന്തി പറഞ്ഞു എന്ന് പറയും. അപ്പോൾ മനു ചോദിക്കുമോ അങ്ങനെ പറഞ്ഞു എന്ന് ചോദിക്കും. അപ്പോൾ കമല പറയും, അങ്ങനെ തന്നെ പറഞ്ഞു എന്ന് പറയും. അപ്പം മനു ചോദിക്കും, അങ്ങനെ പറഞ്ഞെങ്കിൽ എന്താണെന്ന് ചോദിക്കും. അപ്പോൾ അത് കമലയ്ക്ക് അത് തീരെ ഇഷ്ടപ്പെടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ അലീനേനെ കമല അവിടുന്ന് ഇപ്പം തന്നെ പറഞ്ഞു വിടുന്നു പറഞ്ഞു കേട്ടോ. അപ്പോൾ മനു പറഞ്ഞു, അമ്മ അവളെ പറഞ്ഞു വിട്ടാൽ അവൾക്ക് എറണാകുളത്ത് അതിൽ നല്ലൊരു ജോലി ഞാൻ ശരിയാക്കി കൊടുക്കുമെന്ന് പറഞ്ഞു. എന്നിട്ട് മനു പറയുന്നുണ്ട്, ഞാൻ സ്വന്തമായിട്ട് അധ്വാനിക്കുന്ന, സ്വയം കാര്യങ്ങൾ തീരുമാനിക്കാൻ കഴിവുള്ള ഒരാളാണ്, എനിക്ക് എന്ത് ചെയ്യണം എന്ത് ചെയ്യാതിരിക്കണം എന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം, അതിലാരും ഇടപെടേണ്ട ആവശ്യമില്ല, അമ്മ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കണമെന്നൊക്കെ ചോദിച്ച് മനു അമ്മേനെ കളിയാക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, വേഗം തന്നെ അവളെ അവിടുന്ന് പറഞ്ഞു വിട്ട് ഞാൻ എറണാകുളത്ത് ഒരു ജോലി ശരിയാക്കി കൊടുക്കാം, എന്തായാലും നാളെ ഞാൻ കടപ്പാട്ടൂർ വരെ പോകുന്നുണ്ട്, അവരൊക്കെ കാണാൻ വേണ്ടിയിട്ടെന്ന് പറയും. അപ്പോൾ അത് കമലയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. കമല അത് കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. മനു അകത്തേക്ക് കയറിപ്പോവാണ്. പിന്നെ കാണിക്കുന്നത് അലീന നമ്മുടെ വീട്ടിൽ വന്നിറങ്ങുന്നതാണ്. ഒരു ഓട്ടോയിൽ വന്നിറങ്ങി ഗേറ്റൊക്കെ തുറന്ന് ഉള്ളിലേക്ക് കയറി റൂമൊക്കെ അടച്ചിട്ട്, നമ്മുടെ മെയിൻ ഡോർ അടച്ചിട്ടേക്കുവാണല്ലോ, അത് സ്പെയർ കീ യൂസ് ചെയ്ത് തുറന്ന് മുത്തശ്ശിയുടെ മുറിയിലെത്തുമ്പോഴേക്കും മുത്തശ്ശിയുടെ മുറി ഭയങ്കര അലങ്കോലപ്പെട്ട് കിടക്കുവാണ്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓരോ സാധനങ്ങൾ വലിച്ചു വാരിയിട്ടേക്കുവാണ്. അലീന അതൊക്കെ നോക്കി നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ബ്രിജിതാമ്മയുടെ ഫോട്ടോയും നിലത്തിട്ടേക്കുന്ന കണ്ടത്. അത് കണ്ട് അലീന ഷോക്കായിട്ട് വിഷമിച്ചിട്ട് ആ ഫോട്ടോ ഇങ്ങനെ എടുത്ത് കൈ പിടിക്കുവാണ്. ഫോട്ടോ നിലത്ത് വീണപ്പോൾ അതിൻ്റെ ഫ്രെയിം ചെറുതായിട്ട് പൊട്ടിയിട്ടുണ്ട്. അലീന അത് നോക്കി വിഷമിച്ചിട്ട് ഫോട്ടോ എടുത്ത് മുകളിൽ വെച്ചിട്ട് താഴെ കിടക്കുന്ന ആ കുപ്പിച്ചില്ലുകളൊക്കെ പെറുക്കി കളയുവാണ്. എന്നിട്ട് ആ റൂം വൃത്തിയാക്കി തുടങ്ങുകയാണ്. ഭയങ്കര മോശമായിട്ട് കിടക്കുന്ന മുറികളാണ്. നമ്മുടെ വൈജയന്തി പോയപ്പോഴേക്കും ഏകദേശം 1 മാസമായിട്ട് താമസമില്ലാത്തൊരു സ്ഥലം കിടക്കുന്ന പോലെ ആക്കി വെച്ചിട്ടാണ് പോയേക്കുന്നത്. അത്രയ്ക്ക് മോശമാണ്. അലീന ഓരോ മുറിയും ചെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കിച്ചണിലേക്കും ഡൈനിങ് ടേബിളിലേക്കൊന്നും നോക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. പിന്നെ പാത്രം കഴുകുന്ന സ്ഥലത്താണെങ്കിൽ ഒരുപാട് 2 ദിവസത്തെ പാത്രങ്ങളാണെന്ന് തോന്നുന്നു, ഒരുപാട് കിടക്കുന്നുണ്ട്. പിന്നെ ഫുഡിൻ്റെ വേസ്റ്റൊക്കെ കളയാത്ത കാരണം ഭയങ്കര സ്മെല്ലുണ്ട്. അലീന മൂക്ക് പൊത്തി അവിടെയൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ അലീന ഒരു വേസ്റ്റ് ബിൻ എടുത്തുകൊണ്ട് വന്നിട്ട് വേസ്റ്റ് ഫുഡൊക്കെ അതിനകത്തേക്ക് ഇടുന്നുണ്ട്. ഈ സമയം നമ്മുടെ വൈജയന്തി കാറുമായിട്ട് വീട്ടിലേക്ക് കയറുവാണ്. അലീന വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ വൈജയന്തി നോക്കുന്നുണ്ട്. വൈജയന്തി കാറായിട്ട് വീടിനകത്തേക്ക് കയറുവാണ്. എന്നിട്ട് ഡോറ് തുറന്ന് വൈജയന്തി പുറത്തിറങ്ങിയിട്ട് അമ്മയോട് പറയുവാണ്, ഞാൻ വീൽ ചെയർ എടുത്തുകൊണ്ട് വരാം, അമ്മ ഇവിടെ ഇരിക്കുന്നു പറഞ്ഞിട്ട് വൈജയന്തി പോയി ഡോറ് തുറക്കാൻ നോക്കുമ്പോൾ ഡോറ് അകത്തുനിന്ന് ലോക്കാണ്. അപ്പോൾ വൈജയന്തി ഇങ്ങനെ ഒന്ന് ആലോചിച്ചിട്ട് പുറത്തേക്ക് വന്നിട്ട് അമ്മ നടക്കാവോ എന്ന് ചോദിക്കുമ്പോഴേക്കും അലീന ഡോറ് തുറക്കുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ട് വൈജയന്തി ഞെട്ടിപ്പോവാണ്. നമ്മുടെ മുത്തശ്ശി ഇങ്ങനെ അമ്പരന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അലീനയോട് വൈജയന്തി ചോദിക്കുന്നുണ്ട്, നീ എങ്ങനെ വീടിനകത്ത് കയറിയെന്ന്. അപ്പോൾ പറയുന്നുണ്ട്, ഞാൻ സാറിൻ്റെ ജ്വല്ലറി പോയി സ്പെയർ കീ വാങ്ങിക്കൊണ്ട് വന്നാണ് അകത്ത് കയറിയതെന്ന്. നിന്നോട് ആരാ ജ്വല്ലറി പോയി കീ വാങ്ങാൻ പറഞ്ഞേന്ന് ചോദിച്ച് വൈജയന്തി ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അലീന പറയുന്നുണ്ട്, ഞാൻ രാവിലെ 10 മണിക്ക് വന്നതാണ്, വിളിച്ചിട്ട് ആരും ഫോൺ എടുക്കുന്നില്ല, അതുകൊണ്ട് സാറിൻ്റെ അടുത്ത് പോയി താക്കോല് വാങ്ങിയെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, എനിക്ക് പുറത്തിറങ്ങണം മോളെ, അലീനെ വന്ന് പിടിക്കുമെന്ന് പറയുമ്പോൾ അലീനെ സഹായിക്കാൻ വരുമ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, വേണ്ട ഞാൻ എടുക്കാം, ഒറ്റയ്ക്കാണ് അമ്മ ഇത്ര നേരം ഞാൻ നോക്കിയത്, എനിക്ക് നോക്കാൻ അറിയാമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് അലീനയെ മാറ്റി നിർത്തുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വൈജയന്തി അകത്തേക്ക് വീൽ ചെയർ എടുക്കാൻ പോവാണ്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു, നീ അകത്ത് കയറിയത് നന്നായി, അത് തന്നെ വേണം, നിന്നെ നിന്നെ ഇങ്ങനെ ഇവിടെ കുറേ നേരം വെയിറ്റ് ചെയ്തിരുത്താൻ വേണ്ടിയാണ് അവൾ അവിടെ പോയി കമലയുടെ അടുത്ത് പോയി ഇരുന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വൈജയന്തി വീൽ ചെയറായിട്ട് വന്നിട്ട് മുത്തശ്ശിയെ എടുത്തോണ്ട് പോവാണ് താങ്ങി പിടിച്ചോണ്ട്. പടി കയറാൻ നേരത്ത് മുത്തശ്ശി അലീനയോട് പറയുന്നുണ്ട്, എൻ്റെ പേഴ്സ് വണ്ടിക്കകത്തുണ്ട്, നീ അതൊന്ന് എടുക്കാൻ പറഞ്ഞ് അലീനയെ വണ്ടിയുടെ അടുക്കിലേക്ക് വിടുമ്പോഴേക്കും വൈജയന്തിയുടെ കയ്യിൽ നിന്ന് മുത്തശ്ശി താഴെ വീഴുവാണ്. അപ്പോൾ മുത്തശ്ശി നന്നായിട്ട് നിലവിളിക്കുമ്പോൾ അലീന ഓടി വന്നെടുക്കും.
എടുത്തിട്ട് അലീന വൈജയന്തിയോട് പറയും സ്വന്തം അമ്മയുടെ കാര്യത്തിൽ കുശുമ്പും കുന്നായ്മയൊക്കെ മാറ്റി വയ്ക്കാമെന്ന് പറയും. അപ്പോൾ വൈജയന്തി ദേഷ്യപ്പെട്ടുകൊണ്ട് ചോദിക്കും ആർക്കാണ് കുശുമ്പും കുന്നായ്മയും ചോദിക്കും. അപ്പോൾ മുത്തശ്ശി പറയും ഈ നാട്ടിൽ ഈ വീട്ടിലുള്ളവർക്കും എല്ലാവർക്കും അറിയാം നിനക്കാണ് അലീനയോട് കുശുമ്പെന്ന്, അത് അറിയാത്തതായിട്ട് നീ മാത്രമേ ഉള്ളൂ എന്ന് പറയും. എന്നിട്ട് അലീനയും വൈജയന്തിയും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴേക്കും മുത്തശ്ശി പറയും രണ്ടുപേരും ഒന്ന് നിർത്തിയിട്ട് എന്നെ അകത്ത് കൊണ്ട് കിടത്തെന്ന് പറഞ്ഞ് ഇങ്ങനെ ദേഷ്യപ്പെടും. അങ്ങനെ വൈജയന്തി അലീനയും കൂടെ മുത്തശ്ശിയെ താങ്ങിക്കൊണ്ട് വന്ന് ബെഡിൽ കിടത്തി കേട്ടോ. അപ്പോഴേക്കും അവിടെയൊക്കെ ആകെ അലങ്കോലായി കിടക്കുമായിരുന്നല്ലോ. നമ്മുടെ വൈജയന്തി അലീനയോട് ചോദിക്കുന്നുണ്ട് നീ വന്നിട്ട് ഇത്ര നേരമായിട്ടും ഇവിടെ ഒന്നും വൃത്തിയാക്കിയില്ലെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അലീന പറയുന്നുണ്ട് ഞാൻ അടുക്കള പോലും ഇതുവരെ വൃത്തിയാക്കി കഴിഞ്ഞില്ല, ഞാൻ പോയ അന്ന് മുതൽ ഭക്ഷണം കഴിച്ച പ്ലേറ്റ് സാധനങ്ങളൊക്കെ അവിടെയുണ്ട്, ആകെപ്പാടെ അലങ്കോലാണ് എല്ലായിടും എന്നൊക്കെ പറയുവാണ്. അപ്പോൾ വൈജയന്തി ചോദിക്കുന്നുണ്ട് പിന്നെ നീ വരുമ്പോഴേക്കും ഞങ്ങൾ വിളക്ക് കത്തിച്ച് തിരികൊളുത്തി നിൽക്കണോ, ഇങ്ങനെയൊക്കെ ഇടാനേ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലീന ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ഇത് മനഃപൂർവ്വം ഞാൻ 2 ദിവസത്തെ ലീവ് എടുത്തത് കൂടെ എന്നെക്കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാൻ വേണ്ടി ചെയ്തതാന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ രീതിയിൽ വഴക്കുണ്ടാക്കുവാണ് കേട്ടോ. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട് മുത്തശ്ശിക്ക് നല്ല വേദനയുണ്ട് കേട്ടോ വീണതിന്, നിങ്ങളൊന്ന് മതിയാക്കിക്കുക വഴക്കെന്ന് പറയുവാണ് കേട്ടോ. എന്നിട്ട് അലീനയോട് പറയുവാണ് എൻ്റെ പേഴ്സ് എടുത്തിട്ട് കാറിനകത്തുണ്ടെന്ന് പറയുവാണ്. അപ്പോൾ അലീന പേഴ്സ് എടുക്കാൻ പോയപ്പോഴേക്കും നമ്മുടെ വൈജയന്തി അലീന കുറച്ച് ഗിഫ്റ്റൊക്കെ നമുക്ക് മാമച്ചൻ അലീനയ്ക്ക് കൊടുത്തു വിട്ടായിരുന്നല്ലോ, അത് പോയി തുറന്നു നോക്കുവാണ് കേട്ടോ. തുറന്നു നോക്കിയിട്ട് മുത്തശ്ശിയോട് പറയുവാണ് അവൾ തന്ന സാലറിയൊക്കെ തീർത്തിട്ടുണ്ട്, എല്ലാത്തിനും സ്ഥാനം വാങ്ങിയിട്ടുണ്ടെന്ന് ഇങ്ങനെ പറയുവാണ്. എന്നിട്ട് പറയുവാണ് അവൾ എറണാകുളത്ത് പോയപ്പോഴേക്കുള്ള സ്വഭാവമൊക്കെ മാറി, അവൾ തർക്കുത്തരം പറയുന്ന കേട്ടില്ലേന്ന് ഇങ്ങനെ മുത്തശ്ശിയോട് പറയുവാണ്. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട് പാവമായിട്ടിരുന്ന കൊച്ചിൻ്റെ വായിൽ കോലിട്ട് കുത്തിയല്ലേ നീ ഇങ്ങനെ സംസാരിപ്പിക്കണേന്ന് ഇങ്ങനെ വൈജിയോട് തിരിച്ച് ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അലീന ഓടിക്കൊണ്ടുവന്ന് പേഴ്സ് മുത്തശ്ശിക്ക് കൊടുത്തിട്ട് തമാശയ്ക്ക് പറയുവാണ് ഈ പേഴ്സ് ഇപ്പം ഞാൻ എടുത്തില്ലായിരുന്നെങ്കിൽ കാക്ക കുത്തിക്കൊണ്ട് പോവായിരുന്നു എന്നിങ്ങനെ കളിതമാശ പറയുവാണ് കേട്ടോ. അപ്പോൾ അതൊന്നും വൈജയന്തിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല, വൈജയന്തി ചൂടാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മുത്തശ്ശി അലീനയോട് പറയുന്നുണ്ട് മോളെ കാല് തീരെ വയ്യ, വേദനയുണ്ട് വീണ സ്ഥലത്തൊക്കെ, നീ ആ കുഴമ്പിട്ടൊന്ന് തിരുമ്മി തരാൻ പറയുവാണ്. അപ്പോൾ അലീന കുഴമ്പൊക്കെ ഇട്ട് കാല് തിരുമ്മിക്കൊണ്ടിരിക്കുകയാണ്. വൈജയന്തി അകത്ത് മുറിയിലേക്ക് കയറിപ്പോയി. അലീന ഇങ്ങനെ കാലിങ്ങനെ തിരുമ്മി ചിരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്.